അമ്പലം വയനാട് ജില്ലയിലെ തിരുനെല്ലി അടുത്തുള്ള നെട്ടറ ഗ്രാമത്തിലാണ് പുഴയോട് ചേർന്ന് ഈ അമ്പലമുള്ളത്. അമ്പലത്തിൽ നിന്നാൽ തൊട്ടു താഴെ പുഴയൊഴുകുന്ന ശബ്ദം കേൾക്കാം. ഈ മതിലിനോട് ചേർന്ന് തന്നെ ഒരു പള്ളിക്കൂടവുമുണ്ട്. വിശാലമായ മുറ്റം, പുഴ, വയൽ, മനസ്സിനൊത്തിരി സന്തോഷം തന്ന ഈ കാഴ്ചകൾ. ഒരു കോമ്പൗണ്ടിൽ തന്നെ അമ്പലവും പള്ളിക്കൂടവും, ആ നാട്ടിലെ കുട്ടിക്കൂട്ടങ്ങൾക്ക് കളിച്ച് രസിക്കാൻ വലിയൊരു ഗ്രൗണ്ടും. രാവിലെ പൂജാരി പൂജാകർമ്മങ്ങളിൽ മുഴുകി അതിൻ്റെ കാഴ്ചകളും പ്രാർത്ഥനയിലൊക്കെ ഞങ്ങളും പങ്കെടുത്തു. പതിയെ തൊട്ടടുത്തുള്ള സ്കൂൾ മുറ്റത്തേക്ക്. വയനാട്ടിൽ നല്ല തണുപ്പാണ്. മഞ്ഞുമൂടിയ കാലാവസ്ഥയിലെ നേർക്കാഴ്ചകളെല്ലാം തണുപ്പിനോടൊപ്പം തന്നെ ഇമ്പമേറിയ കാഴ്ചകൾ തന്നെയായിരുന്നു. ഓടുമേഞ്ഞ കുമ്മായം പൂശിയ പഴയ സ്കൂൾ കെട്ടിടം വലിയൊരു ഗൃഹാതുരത ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു. എൻ്റെ ഗ്രാമത്തിലെ മൈലമ്പാടി സ്കൂളിൽ ഞാൻ പഠിച്ച ക്ലാസ് മുറികളും അങ്ങനെയായിരുന്നു. ഇടയ്ക്കൊക്കെ ഞാൻ അവിടെ പോകാറുണ്ട്. 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചേഴ്സിനൊക്കെ കാണാറുണ്ട്. പഴയ സ്കൂൾ കെട്ടിടങ്ങൾ കാണുമ്പോൾ മനസ്സിലേക്കൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യും. അന്നത്തെ കൂട്ടുകാരും കൂട്ടുകാരികളും ഉച്ചക്കഞ്ഞിയും ബാത്റൂമിൻ്റെ വിശേഷങ്ങളും, അങ്ങനെ രസകരമായ ഒത്തിരി ഓർമ്മകൾ. ഇന്ന് കാലം മാറി, ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായി. എത്രയൊക്കെ മാറ്റങ്ങൾ വന്നാലും നമ്മുടെ ആ ഗവൺമെൻറ് സ്കൂളിൻ്റെ ഓടുമേഞ്ഞ മേൽക്കൂരയും വരാന്തയും ക്ലാസ് മുറികളൊക്കെ നെഞ്ചോട് ചേർന്ന് നിൽക്കുകയാണ്. അവിടെ നിന്ന് കിട്ടിയ സ്നേഹത്തിനൊന്നും പകരം വയ്ക്കാൻ മറ്റൊരു സ്നേഹം പിന്നീടൊരിക്കലും എവിടെ നിന്നും കിട്ടിയിട്ടില്ലെന്നേ. കസ്തൂരിമാൻ പോയ വഴിക്കൊക്കെ പോയി നോക്കിയാൽ കസ്തൂരി മണക്കുമെന്ന് പറഞ്ഞ പോലെ ഈ പഴയ സ്കൂൾ മുറ്റത്ത് കൂടെ വരാന്തയിലൂടെയൊക്കെ ഓടി നടക്കുമ്പോൾ സ്നേഹം മാത്രമാണ് ഫീൽ ചെയ്യുന്നത്.